രാവിലത്തെ നാസ്ത ഉണ്ടാക്കുന്ന ഉമ്മച്ചി ഉണ്ടാക്കുന്നതിൽ അക്കുടൂസിന് ഏറ്റവും ഇഷ്ടം എന്തെന്നാ? പുട്ടാ? ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? സ്കൂളിൽ പോവാ? ബാ വണ്ടീൻ്റെ ഒച്ച വെക്കുന്നു ബാ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അക്കുടൂസിന് മസാല പുട്ടാട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ഈ പുട്ടുപൊടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു മുട്ട വേണം, കുറച്ച് തേങ്ങ, നമ്മൾ പുട്ടിനെടുക്കുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ തക്കാളി, ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, ഉപ്പ്. അപ്പം നമുക്ക് ഉപ്പിട്ടിട്ട് പുട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. പിന്നെ ഇത് വീട്ടിൽ നിന്ന് തന്നെ എന്താ പറയുക പൊടിക്കുന്നതാട്ടോ. അപ്പം നിങ്ങൾ ചിലപ്പം പുറമേ നിന്നായിരിക്കും, എന്ത് പുട്ടുപൊടിയാണെങ്കിലും ഇപ്പം പുറമേ നിന്നായാലും നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചത് നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന രീതി അനുസരിച്ചായിരിക്കും നമ്മൾ പുട്ടിൻ്റെ സോഫ്റ്റായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ചെറുങ്ങനെ മുറിച്ചതാട്ടോ, നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക കേട്ടോ. അതായത് ആ ക്യാരറ്റ് കുറച്ച് നന്നായിട്ട് ചെറുതായിട്ടുള്ള, അപ്പോൾ ഒന്ന് ഇതായിട്ട് ഓവറായിട്ട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം, ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ചിലവരും പുട്ടിൻ്റെ പൊടി മിക്സിയിലിട്ടൊന്ന് കറക്കും, ഇതുപോലെ ഒന്ന് ഇതാക്കി എടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ. പൊടി നമ്മൾ കുഴയ്ക്കുന്നത് അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ ചിലപ്പോൾ ഇടി പൊട്ടുന്നതൊക്കെ കേൾക്കായിരിക്കും. ഇവിടെ രാവിലെ തന്നെ ഇന്ന് മഴേൻ്റെ ലക്ഷണങ്ങൾ, ഇടി പൊട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 3-4 ചെറിയുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാനതൊന്ന് വഴറ്റി എടുത്തിട്ട്, നല്ല മഴക്കോളൊക്കെ രാവിലെ തന്നെ, കറണ്ടൊക്കെ പോയിട്ടുണ്ട്, പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇനി ഇതിലിത് കുഞ്ഞി തക്കാളി കേട്ടോ. തക്കാളി ഇവിടെയുണ്ട്. കുഞ്ഞി തക്കാളി നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. പ്രത്യേകിച്ച് മത്തിയിലൊക്കെ ഈ തക്കാളിക്ക് ഇട്ട് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, അതുപോലെ തന്നെ കാന്താരി, പച്ചമുളക് കേട്ടോ. പച്ചമുളക് ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പില ഇടുമ്പം തന്നെ നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്ത് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പില്ല മക്കളെ, മല്ലിച്ചപ്പ് തീർന്നു. എനിക്കുണ്ടല്ലോ ഈ മല്ലിച്ചപ്പ് ഒരുവിധം കറിയിലൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചപ്പ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര എണ്ണയാണൊക്കെ, എണ്ണയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് മുട്ടയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇടുമ്പോൾ എണ്ണയൊക്കെ വറ്റിപ്പോയിക്കോളും കുറച്ച്. അപ്പം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പിടണേ, പാകത്തിനുള്ള ഉപ്പ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താക്കാം, അടുത്ത പരിപാടി എന്താ, കറിവേപ്പിലയും ഇട്ട് കൊടുത്തത്. നേരത്തെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കറിവേപ്പിലേൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ നല്ല സ്മെല്ലും ഇതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് പിന്നെ ചട്ടിയിൽ നിന്നൊക്കെ ആ മുട്ടയൊക്കെ വേർപ്പെട്ടിട്ട് നല്ല ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചുടുന്നതെന്നല്ലേ കാണിച്ചു തരാം. അപ്പം ഞാൻ വാഴയിലയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം വാഴയില ഉണ്ടാക്കുന്നത് ഇതാണ്ട് പുട്ടുംപാനി പോലെ തന്നെ നമുക്ക് ഇതുപോലെ വാഴയിൽ ഒന്ന് ചുരുട്ടിയിട്ട് ഒരു ഈർക്കണി നീളത്ത് കുത്തി കൊടുക്കാം കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടുംപാനിയൊക്കെ ഉണ്ട് ഇതിലും, അതുപോലെ മൺചട്ടീൻ്റെ കുഞ്ഞു ചട്ടിയിൽ അതിൽ പുട്ടുവിട്ടാലൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. മഴക്കോള് നല്ലോണം ഉണ്ട് മക്കളെ, ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുത്തി കൊടുക്കുക. ആദ്യമൊക്കെ ഉമ്മിച്ച് പുട്ടുംപാനിയിൽ ഇട്ട് ഒരു വാഴയിലിങ്ങനെ വെച്ചിട്ട് അതിൽ ചുരുട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെച്ചിട്ടൊക്കെ ആയിരുന്നു പുട്ട്. ഇപ്പം നമ്മൾ നേരെ ഗ്യാസ്ട്രോളിലേക്കൊക്കെ തട്ടിൽ. പക്ഷേ ഇങ്ങനെ വാഴയിലയിലൊക്കെ ആക്കിയിട്ട് പുട്ടൊക്കെ ചുട്ട ഭയങ്കര പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ വാഴയിലയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ ഇതുപോലെ ഞാൻ പുട്ടും കൊറ്റിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് പുട്ട് നിറയ്ക്കുക കേട്ടോ. എപ്പോഴത്തെയും പോലെ തന്നെ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ പുട്ടിടുക, എന്നിട്ട് പുട്ടുപൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും മസാല ഇടുക, പിന്നെയും പുട്ടുപൊടി ഇടുക കേട്ടോ. അതുപോലെയാണ് ഞാനിപ്പോൾ ഇതിലൊരു പുട്ട ഉണ്ടാക്കുന്നത്. അപ്പം മേലെയും താഴെയും മസാലയും നടുവിൽ പുട്ടുപൊടി കേട്ടോ. നമ്മളിപ്പോൾ തേങ്ങ ഇട്ടിട്ട് മേലെ പുട്ടുപൊടി ഇടും, അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇടും, അതുപോലെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ആവിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഒരു ഇല വെച്ചിട്ടൊരു പ്ലേറ്റിലാണ് ഞാൻ ഇത് നിവർത്തി വെച്ചിരിക്കുന്നത്. പുട്ടിന് ഇതുണ്ടായില്ലേ, എന്താ വാഴേനെ കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. എന്നിട്ട് ഇത് ഞാനൊന്ന് ആവി കയറ്റി എടുക്കുക ചെയ്യുക. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഇതിൽ ഞാൻ ആക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം ആയി കിട്ടുമല്ലോ.
നമുക്കുള്ള ഒരു ദിവസത്തേക്കുള്ള പുട്ട്, അതായത് രാവിലത്തേക്കുള്ള നാസ്തയ്ക്കുള്ളതായി കേട്ടോ. അതാ ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ആവിക്ക് വെച്ചിട്ടുണ്ട്. വേഗം ആവും കേട്ടോ, വേഗം പുട്ടിന് ആവി കയറുമല്ലോ. ആവി കയറി കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ്, എന്ത് ടേസ്റ്റാണെന്നറിയാം. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് പറയുന്നതൊക്കെ പരമാവധി ഇംഗ്ലീഷിലും അല്ലെങ്കിൽ വാക്കൊക്കെ കുറച്ച് ഇതൊക്കെ ആയിട്ട്. എനിക്ക് എൻ്റെ സംസാര രീതി ഇതാട്ടോ, അതിൻ്റെ ഇടയിൽ കൂട്ടി പറയല്ല, കുറച്ച് പറയുക. ഇപ്പം പുട്ടായിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് തൊളിച്ചെടുക്കട്ടെ. ഞാൻ എങ്ങനെയാണോ അതുപോലെ സംസാരിക്കാനും ഇഷ്ടം, അല്ലാണ്ട് ഒരു വീഡിയോൻ്റെ മുമ്പിൽ വന്നിട്ട് വേറെ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ മക്കളെ, അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അക്കുഡൂസ് 2-3 പ്രാവശ്യം വന്ന് നോക്കി, അവന് പുട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. പുട്ട് അപ്പം കറിയൊന്നും വേണ്ട ഇതിന്, ഇത് മാത്രം മതി. ഇതാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ മൺചട്ടിയിൽ ഞാൻ ഇങ്ങനത്തെ ചെറുതിലുണ്ടാക്കുമെന്ന്. അപ്പോൾ അത് നിറയ്ക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, സാധാരണ പോലെ തന്നെ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ മക്കളെ. എന്നാൽ ശരി കേട്ടോ.